ഒരേ നാണയത്തിന്റെ രണ്ട് വശങ്ങൾ പോലെ ആണ് ഇപ്പോൾ രണ്ട് ധ്രുവങ്ങളിൽ നിന്നുകൊണ്ട് ഒരേ വിഷയത്തിന്മേൽ തന്നെയുള്ള പരാമർശങ്ങൾ വരുന്നു എന്നതാണ് നമ്മൾ എടുത്തു പറയേണ്ടത്. അവിടെ ഭരണ പ്രതിപക്ഷ പോരിലേക്ക് സാഹചര്യം എത്തുന്നു. നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ തന്നെ സഭയ്ക്കകത്ത് ഇന്ന് വലിയ പ്രതിഷേധമാണ് ഈ വിഷയത്തിൽ ഉയർത്തിയത്. പ്രതിപക്ഷം അതേ നാണയത്തിൽ തന്നെ തിരിച്ച് അടിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. നമ്പർ 10 ജൻപദിലേക്ക് ഈ വിഷയം എത്തിയേക്കാം, സോണിയാഗാന്ധിയിലേക്ക് എത്തിയേക്കാം, അങ്ങനെ ഭയക്കുന്നു പ്രതിപക്ഷം എന്നുകൂടി പറഞ്ഞു വെക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇന്ന് ഈ വിഷയം ഏത് തരത്തിലാണ് സഭാ നടപടികളെ ബാധിച്ചത്? എന്തായിരുന്നു സഭയിൽ നടന്നത്? അരുൺ, സഭാ നടപടികൾ ആരംഭിക്കുമ്പോൾ ചോദ്യോത്തരവേളയുടെ തുടക്കത്തിൽ തന്നെ പ്രതിപക്ഷം നിലപാട് വ്യക്തമാക്കി. ഒരു കാരണവശാലും സഭാ നടപടികളുമായി സഹകരിക്കാൻ കഴിയില്ല. തന്ത്രിയെ അനാവശ്യമായി ജയിലിലടയ്ക്കുന്ന സാഹചര്യമുണ്ടായി. നട തുറക്കാൻ ശബരിമല യുവതീ പ്രവേശന കാലത്ത് നട തുറക്കാനുള്ള സർക്കാർ നിർദ്ദേശം ലംഘിച്ചതിന്റെ പ്രതികാരമായി തന്ത്രിയെ ജയിലിലടച്ചു. അതിനുശേഷം അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട നിരവധി ആരോപണങ്ങൾ പുറത്തുവന്നു. ഈ സാഹചര്യത്തിൽ സഭാ നടപടികളുമായി സഹകരിക്കാൻ കഴിയണമെന്ന നിലപാട് പ്രതിപക്ഷത്തിന് വേണ്ടി കെ ബാബു, കോൺഗ്രസിന്റെ ഡെപ്യൂട്ടി ലീഡർ കെ ബാബു സഭയിൽ അറിയിച്ചു. തുടർന്ന് ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധത്തിന് സഭ സാക്ഷിയായി. നടുത്തളത്തിലിറങ്ങി പ്രതിപക്ഷം പ്രതിഷേധിച്ചു. പ്ലക്കാർഡുകളും ബാനറുകളുമായാണ് പ്രതിപക്ഷം സഭയിലെത്തിയത്. ഭരണപക്ഷവും പ്ലക്കാർഡുകൾ ഉയർത്തി പ്രതിപക്ഷത്തിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തി. ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ വാക്പോരുണ്ടായി. ശരണം വിളിച്ചും മുദ്രാവാക്യം വിളിച്ചും പരസ്പരം പ്രതിഷേധിച്ചു. ഒടുവിൽ സ്പീക്കർ ഡയസിന് മുന്നിൽ വരെ എത്തി പ്രതിഷേധം തുടരുകയാണ്. ഇപ്പോഴും സഭയിൽ പ്രതിപക്ഷ പ്രതിഷേധം തുടരുകയാണ്. വളരെ പ്രധാനപ്പെട്ട നടപടികൾ പൂർത്തിയാക്കേണ്ട ദിവസമായിരുന്നു ഇന്ന്. 5 ബില്ലുകളാണ്, നേറ്റിവിറ്റി കാർഡ് ബില്ല് അടക്കമുള്ള 5 ബില്ലുകളാണ് സഭയിൽ അവതരിപ്പിക്കേണ്ടിയിരിക്കുന്നത്. ശക്തമായ പ്രതിപക്ഷ പ്രതിഷേധത്തെ തുടർന്ന് സഭാ നടപടികൾ പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിയാനുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ സ്പീക്കറും നിയമസഭാ സെക്രട്ടേറിയറ്റും ഏർപ്പെട്ടിട്ടുള്ളത്. അല്പസമയത്തിനകം സഭ പിരിയും. ഇന്ന് പിരിയുന്നു എന്ന് മാത്രമല്ല, സഭാ നടപടികൾ മാർച്ച് 26 വരെ സഭ ചേരാനാണ് നേരത്തെ ഷെഡ്യൂൾ ചെയ്തിരുന്നത്. പക്ഷേ നാളെ കൊണ്ട് സഭാ നടപടികൾ അവസാനിപ്പിക്കാനാണ് സർക്കാരിന്റെ ഇപ്പോഴത്തെ നീക്കവും ആലോചനയും. ധന നടപടികൾ ഉൾപ്പെടെയുള്ളവ ഗില്ലറ്റിൻ ചെയ്യും. 9 ബില്ലുകൾ നാളെ പാസാക്കി സഭ പിരിയാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. ഇന്ന് അവതരിപ്പിക്കുന്ന 5 ബില്ലുകൾ, ഇപ്പോൾ ബില്ലുകൾ മന്ത്രിമാർ സഭയിൽ വയ്ക്കുകയാണ്. ഈ 5 ബില്ലുകൾ ഉൾപ്പെടെ വച്ചുകൊണ്ട് അവ ഇന്ന് സബ്ജക്ട് കമ്മിറ്റിക്ക് അയക്കും. നാളെ സബ്ജക്ട് കമ്മിറ്റി തിരിച്ചെത്തി അപ്പം ചുടുന്ന വേഗത്തിൽ ബില്ലുകൾ പാസാക്കി സഭ നാളത്തേക്ക് പിരിയും. ധനാഭ്യർത്ഥനകൾ ഒറ്റയടിക്ക് പാസാക്കും. നാളെ പൊതുമരാമത്തുമായി ബന്ധപ്പെട്ട ധനാഭ്യർത്ഥന മാത്രമാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. പക്ഷേ മുഴുവൻ ധനാഭ്യർത്ഥനകളും ഒറ്റയടിക്ക് പാസാക്കും. 2 ഫിനാൻസ് ബില്ലുകൾ പാസാക്കും. ധനവിനിയോഗ ബില്ലും പാസാക്കി. അതടക്കം നേറ്റിവിറ്റി കാർഡ് ബില്ലടക്കം 9 ബില്ലുകൾ ഒറ്റയടിക്ക് പാസാക്കി സഭ അനിശ്ചിതകാലത്തേക്ക് എന്ന് പറയുമ്പോൾ ഈ നിയമസഭ തന്നെ പിരിയുകയാണ്. ഇനിയൊരു സമ്മേളനം ഉണ്ടാകില്ല. നേരെ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങുകയാണ് ഭരണ പ്രതിപക്ഷ മുന്നണികൾ. അവസാന മണിക്കൂറുകളാണ് ഈ 15ാം കേരള നിയമസഭയുടെ അവസാന മണിക്കൂറുകളാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. നാളെയും സമാനമാകും പ്രതിപക്ഷ പ്രതിഷേധം. അതുകൊണ്ട് തന്നെ ഈ പ്രധാനപ്പെട്ട ബില്ലുകളൊന്നും ചർച്ചയുണ്ടാകില്ല. ധനവിനിയോഗ ബില്ലുകളെല്ലാം പാസാക്കുന്നതോടെ ബജറ്റ് പൂർണ്ണമായും പാസാക്കും. ബജറ്റ് പാസാക്കി കേരള നിയമസഭ പിരിയുകയാണ്. അടുത്ത 16ാം നിയമസഭ തെരഞ്ഞെടുപ്പ് ഏപ്രിൽ 2ാം വാരം നടക്കുമെന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഏതായാലും അതിശക്തമായ പ്രതിപക്ഷ പ്രതിഷേധം തുടരുകയാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള മാത്രമല്ല, ശബരിമലയിൽ തന്ത്രിക്കെതിരെ സ്വർണ്ണക്കൊള്ളയിൽ തന്ത്രിയെ ജയിലിലടച്ചുൾപ്പെടെ ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ സർക്കാർ എടുക്കാൻ പോകുന്ന പുതിയ നിലപാടുൾപ്പെടെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സജീവ ചർച്ച, ഏറ്റവും വലിയ ചർച്ചയെ മാറുമെന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് ഭരണ പ്രതിപക്ഷാംഗങ്ങൾ സഭയിൽ നിലപാടെടുക്കുന്നത്. അല്പസമയത്തിനകം സഭ ബഹിഷ്കരിച്ച പ്രതിപക്ഷം പുറത്തേക്ക് വരും. ഇന്നത്തെ നടപടികൾ പൂർത്തിയാക്കി സഭ പിരിയുകയും ചെയ്യും. അഭിലാഷ്. യെസ്, തീർച്ചയായും ഇതാണ് സഭയ്ക്കകത്ത് നടക്കുന്നത്. സൂചിപ്പിക്കുന്ന പോലെ ഏറ്റവും നിർണായകമാകുന്ന ഒരു സഭാ നടപടികളാണ്. ഞാൻ അരുണിലേക്ക് തന്നെ തിരികെ വരുന്നുണ്ട്. അതിനു മുമ്പ് വളരെ പെട്ടെന്ന് ഈ വിഷയം സഭയ്ക്ക് പുറത്തും വലിയ ആയുധമാക്കി മാറ്റുന്നു എന്നതിൽ തർക്കമില്ല. അത് അരുൺ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിട്ടുള്ള ആ പ്രതികരണങ്ങൾ കൂടി ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് ഇത് വലിയൊരു പോരിന്റെ തുടർച്ചയിലേക്ക് എത്തുന്നു എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഈ തന്ത്രി സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിക്കുമ്പോൾ, ശബരിമല യുവതീ പ്രവേശനത്തിലടക്കം എടുത്ത നിലപാടുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുമ്പോൾ അതിനെ BJPയുടെ, അതായത് PS ശ്രീധരൻപിള്ളയുടെ ഉൾപ്പെടെയുള്ള ഇടപെടലിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ തന്ത്രി നിലപാട് സ്വീകരിച്ചത് എന്ന റിപ്പോർട്ടുകളടക്കം പുറത്തു വരുമ്പോൾ എന്തായാലും തന്ത്രിയുടെ പ്രതികരണത്തോട് അതിരൂക്ഷമായ ഭാഷയിലാണ് ഇടത് നേതാക്കൾ എല്ലാവരും പ്രതികരിച്ചത്. പ്രത്യേകിച്ച് CPMന്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയായിട്ടുള്ള MV ഗോവിന്ദന്റെ പ്രതികരണം എന്തായിരുന്നു? പെരുങ്കള്ളന്മാരുടെ പട്ടികയിൽ ആണ് ഈ
തന്ത്രിയും വരുന്നത് എന്ന തരത്തിലുള്ള അങ്ങേയറ്റം രൂക്ഷമായ ഭാഷയിലുള്ള പ്രതികരണമാണ് എം.വി. ഗോവിന്ദൻ നടത്തിയത്. 10 കൊല്ലം അങ്ങോട്ടേക്കും 10 കൊല്ലം ഇങ്ങോട്ടേക്കും അന്വേഷിക്കണം. ആ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്, വിജിലൻസ് അന്വേഷണം നടത്തുന്ന ഭാഗത്ത്. അപ്പോൾ ഇങ്ങനെയെല്ലാം ഉള്ള കാര്യം വന്നപ്പോൾ കോൺഗ്രസിന് മിണ്ടാട്ടില്ല. പിന്നെ ഈരടി ഉണ്ടാക്കിയിട്ട് കോച്ചിയേക്ക് ചെയ്ത് ആരപ്പ നിങ്ങളെല്ലാം കൂടി ചോദിച്ചില്ലേ? നിങ്ങളാരാ ഉത്തരം നിങ്ങളാരാ അന്ന് പറഞ്ഞത്? ആരാ പറഞ്ഞത്? സഖാക്കളാണപ്പ. ഇപ്പോഴോ മനസ്സിലായല്ലോ ആരാണെന്ന്. ആരാ? KC വേണുഗോപാലിനാണപ്പ എന്ന ഉത്തരം കിട്ടിയപ്പോൾ പിന്നെ വർത്താനമില്ല, മുണ്ടാട്ടുമില്ല, ഒരു ചാനലിലും മുണ്ടാട്ടുമില്ല, ചർച്ചയുമില്ല, യുദ്ധമില്ല, അങ്ങോട്ട് അവസാനിപ്പിച്ചു. അപ്പോൾ നിങ്ങൾക്ക് CPM-നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഗവൺമെൻറ്റിനെതിരായിട്ട് വരുന്നത് വലിയ വാർത്ത. കോൺഗ്രസിനും ബി ജെ പി സന്ദർശന ഗാലറിയിലേക്കാണ് കടന്നുപോയത്. ആരെ പിടിച്ചപ്പോൾ? തന്ത്രീനെ പിടിച്ചപ്പോൾ BJP. പിന്നെ ED വന്നപ്പോൾ തന്ത്രീൻ്റെ അടുത്ത് മാത്രം പോയില്ല. എന്താ പോവാതെ? അപ്പോൾ സ്വാഭാവികമായിട്ട് ഇതൊക്കെ രാഷ്ട്രീയമാണ്. ഞങ്ങളൊരു കാര്യം അന്നേ പറഞ്ഞിട്ടുണ്ട്, സ്വർണം ഒരു തരി സ്വർണം നഷ്ടപ്പെടാൻ പാടില്ല. വളരെ പ്രധാനപ്പെട്ട ആരാണോ ഉത്തരവാദി അവരെ എല്ലാം പിടിക്കണം, ഒരാളെയും സംരക്ഷിക്കാനില്ല. എന്നാൽ ഇതെല്ലാം മാറി ഞങ്ങൾ സംരക്ഷിക്കാനുണ്ട് എന്ന് നാണം കെട്ട രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് UDF, കോൺഗ്രസ്, BJP. യെസ്, ഒപ്പം തന്ത്രിക്ക് ജാമ്യം നൽകിയ ഉത്തരവിൽ അസാധാരണത്വമുണ്ട് എന്നതായിരുന്നു P. രാജീവിന്റെ പ്രതികരണം. അല്പസമയം മുമ്പ് KN ബാലഗോപാലിന്റെ പ്രതികരണം നമ്മൾ നിയമസഭയിൽ നിന്ന് കേട്ടതാണ്. അവസാന വിധി പോലെയായിരുന്നു തന്ത്രിയുടെ ജാമ്യവിധി എന്നായിരുന്നു P. രാജീവ് പറഞ്ഞു വെച്ചത്. കേസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചാണ് മോണിറ്റർ ചെയ്യുന്നത്. അവരുടെ മുൻപിലേക്കാണ് അന്വേഷണ പുരോഗതിയുടെ റിപ്പോർട്ട് വരുന്നത്. ഇന്നലെ ഞാൻ പറഞ്ഞു, സാധാരണഗതിയിൽ ഹൈക്കോടതിയുടെ ഈ മുൻപിൽ ഓരോ അറസ്റ്റ് നടക്കുമ്പോഴും അത്തരം കാര്യങ്ങളെല്ലാം പ്രതിപാദിക്കുന്ന റിപ്പോർട്ട് ഹൈക്കോടതിയുടെ മുൻപിൽ വരുന്നുണ്ട്. ഏതെങ്കിലും അറസ്റ്റ് ശരിയല്ല എന്ന് തോന്നിയാൽ സാധാരണഗതിയിൽ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ആകുമ്പോൾ അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ വരണം. ഞങ്ങളെ സംബന്ധിച്ച് തന്ത്രി മാത്രമല്ല, ഈ കേസിൽ പ്രതികളായിട്ടുള്ള ആരെങ്കിലും കുറ്റവാളിയാണെന്നോ ആരെങ്കിലും കുറ്റവാളി അല്ലെന്നോ ഇതിന് പുറത്ത് ആരെങ്കിലുമൊക്കെ കുറ്റവാളികളാണെന്നോ ഞങ്ങൾക്ക് അത് സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള അഭിപ്രായമില്ല. ഇത് നിഷ്പക്ഷമായ അന്വേഷണം ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ മേൽനോട്ടത്തിൽ നടക്കുന്നതിൽ ഗവൺമെന്റ് പൂർണ്ണമായിട്ടും വിശ്വാസം അർപ്പിക്കുന്നു. ആ ഡിവിഷൻ ബെഞ്ചാണ് ഇത് സംബന്ധിച്ച് അഭിപ്രായം പറയേണ്ടത്. ഇനി ഈ SIT ബിനോയ് വിശ്വത്തിന്റെ പ്രതികരണം അടക്കം നൽകേണ്ടതുണ്ട്. പക്ഷേ സഭയിൽ ഇപ്പോഴും വലിയ പ്രതിഷേധം തുടരുകയാണ്. VV അരുൺ തുടരുന്ന സാഹചര്യമുണ്ട്. സഭാ നടപടികൾ ബഹിഷ്കരിച്ചുകൊണ്ട് ഇതാ പ്രതിപക്ഷാംഗങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ അവിടെയും അയ്യപ്പന്റെ സ്വർണം കട്ടവ് അമ്പലം വിഴുങ്ങികൾ എന്ന ഫ്ലെക്സ് ഉയർത്തി കാണിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം സഭ ബഹിഷ്കരിക്കുന്നത്. അതാണ് നേരത്തെ സൂചിപ്പിച്ചത്. സഭയ്ക്കകത്ത് മാത്രമല്ല, സഭയ്ക്ക് പുറത്ത് ഇനി ഉയർത്താൻ പോകുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ ആയുധം എന്നത് പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഈ സ്വർണ്ണക്കൊള്ള തന്നെയാണ്. അതിലേക്ക് അവരുടെ ക്യാമ്പയിനുകൾ കേന്ദ്രീകരിക്കപ്പെടുന്നു എന്നതിൽ ഒരു തർക്കവുമില്ല. ഇപ്പോൾ VV അരുൺ തന്നെ തുടരുന്നുണ്ട്. അരുൺ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സഭാ നടപടികൾ ബഹിഷ്കരിച്ച് പ്രതിപക്ഷം പുറത്തേക്ക് ഇറങ്ങുന്നു. അവിടെയും ശബരിമല തന്നെയാണ് ഉയർത്തി കാണിക്കുന്നത്. ശബരിമല തന്നെയാണ് ഈ ബജറ്റ് സമ്മേളനത്തിലെ ഏറ്റവും ചൂടേറിയ ചർച്ചാ വിഷയമായി, പ്രതിഷേധത്തിനുള്ള കാരണമായി പ്രതിപക്ഷം ഉയർത്തിക്കാട്ടിയത്. സഭാ സമ്മേളനത്തിൽ ഏറ്റവും അധികം ഉയർന്നു വന്നതും ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട പ്രത്യാരോപണങ്ങളായിരുന്നു. നേരത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് സഭ ചേരുമ്പോൾ ഭരണപക്ഷം മാത്രമായിരുന്നു അവിടെ പ്രതിക്കൂട്ടിലെങ്കിൽ ഇത്തവണ പ്രതിപക്ഷത്തെ കൂടി അതിവിടെ കൊണ്ടുവരാനുള്ള വലിയ ശ്രമം ഭരണപക്ഷത്തിന്റെ ഭാഗത്ത് ഉണ്ടായി. തന്ത്രി ജയിലിലായി. ശബരിമല തന്ത്രി കുടുംബാംഗത്തിൽ ഏറ്റവും പ്രധാനി മുൻ തന്ത്രി കണ്ഠരര് രാജീവര് ജയിലിലായി എന്ന സവിശേഷ സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ തന്ത്രിയെ കൊടുക്കുന്നുവെന്ന പുതിയ ആരോപണമാണ് ഭരണപക്ഷത്തിനെതിരെ പ്രതിപക്ഷം ഉയർത്തുന്നത്. എന്നാൽ തന്ത്രി അത്ര നിഷ്കളങ്കനല്ല എന്ന തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ് ഭരണപക്ഷത്തിന്റെ ഭാഗത്ത് ഉണ്ടായത്. ഹൈക്കോടതിയാണ് അന്വേഷണം തീരുമാനിക്കുന്നത്. ഹൈക്കോടതിയാണ് ഈ അന്വേഷണം വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതി പറയട്ടെ എന്താണ് ഈ അന്വേഷണത്തിന്റെ പോക്ക്, ശരിയാണോ തെറ്റാണോ എന്ന്. ഉത്തരവിലൂടെ തന്നെ ഹൈക്കോടതി അന്വേഷണം ശരിവച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം വെല്ലുവിളിക്കുന്നത്, ചോദ്യം ചെയ്യുന്നത് ഹൈക്കോടതിയാണ്. തന്ത്രിയല്ല, ആര് തെറ്റ് ചെയ്താലും അവർ ശിക്ഷിക്കപ്പെടേണ്ട നിലപാട് സഭയിലും ആവർത്തിക്കുകയായിരുന്നു ഭരണപക്ഷം. അതിനൊപ്പം തന്നെ UDF കാലത്തെ വാജിവാഹനം തന്ത്രി എടുത്തു മാറ്റിയതും അതുപോലെ തന്നെ തന്ത്രി കൊണ്ടുപോയതും അതുപോലെ തന്നെ അന്ന് കൊടിമരത്തിൽ ചിതറിച്ചു എന്ന ആരോപണവുമൊക്കെ UDF കാലത്തെ ആരോപണം ഇഹലോകത്തും പരലോകത്തും
ഉള്ള ആളുകൾ ഈ കൊള്ളയിൽ പങ്കുണ്ടെന്ന ഒരു വിമർശനമാണ് ഭരണപക്ഷത്തിന്റെ ഭാഗത്ത് ഉണ്ടായത്. UDF ഭരണസമിതിയുടെ കാലത്ത് നടന്ന തട്ടിപ്പുകൾ കൂടി അന്വേഷിക്കണമെന്ന ഒരു ആവശ്യമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, സഭയ്ക്കകത്ത് മാത്രമല്ല സഭയ്ക്ക് പുറത്തും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഏറ്റവും വലിയ പ്രചരണ വിഷയമായി ആരോപണങ്ങൾ. നമുക്ക് ചെന്നിത്തല എന്താണ് പറയുന്നത് എന്ന് കേൾക്കാം. ആയുധമാക്കി മാറ്റിയിരിക്കുന്നു ശബരിമല, പ്രത്യേകിച്ച് തന്ത്രിയുടെ അറസ്റ്റ്. അതാണ് വലിയ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.